എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വറുത്ത അരിപ്പൊടി വെച്ച് പഞ്ഞി പോലെ സോഫ്റ്റായ പാലപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 4 കപ്പ് വറുത്ത അരിപ്പൊടി ചേർക്കാം. അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. അല്പം തേങ്ങ കൂടിയാലും കുഴപ്പമില്ല. തേങ്ങ കൂടുന്നതിനനുസരിച്ച് അപ്പം നല്ല ടേസ്റ്റും സോഫ്റ്റുമായിരിക്കും. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർക്കാം. ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാം. വെള്ളയരിയുടെയോ മട്ടയരിയുടെയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് 4 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന അനുപാതം 4:2:1 എന്ന റേഷ്യോയിലാണ്. ഇനി നിങ്ങൾക്ക് പകുതി ക്വാണ്ടിറ്റി മതിയെങ്കിൽ ഇതിൻ്റെ എല്ലാം പകുതി എടുത്താൽ മതി. അതായത് 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്, ഈ ഒരു അളവിൽ എടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഈ ഒരു അളവിലെടുത്താൽ അപ്പത്തിന് മധുരമൊന്നും കാണില്ല. അപ്പത്തിന് അല്പം മധുരം വേണമെന്നുണ്ടെങ്കിൽ 4 കപ്പ് അരിപ്പൊടിക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് അരിപ്പൊടിക്ക് എന്തായാലും ഒരു 4 കപ്പ് വെള്ളം വേണ്ടി വരും. 4 കപ്പ് വെള്ളവും ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കണം. ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ആക്കുക. നമ്മൾ എത്ര കപ്പ് അരിപ്പൊടി എടുക്കുന്നോ അത്രയും കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അരിപ്പൊടിയുടെയും വറവനുസരിച്ച് അല്പസ്വല്പം വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാലപ്പത്തിൻ്റെ ബാറ്റർ കള്ളപ്പത്തിൻ്റെ ബാറ്ററിനേക്കാൾ കുറച്ചുകൂടി അയഞ്ഞ കൺസിസ്റ്റൻസി ആയിരിക്കണം. അതുകൊണ്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കലക്കി നോക്കിയതിന് ശേഷം ആവശ്യം വന്നാൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഞാനിവിടെ 4 കപ്പ് അരിപ്പൊടിക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവ് കപ്പ് 200 ml കപ്പാണ്. പക്ഷേ മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താൽ മതിയാകും. ഏത് ഗ്ലാസ്സിലാണോ അരിപ്പൊടി എടുക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തേങ്ങയും ചോറും എടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഈ മിക്സാക്കിയ ബാറ്റർ മിക്സിയുടെ ജാറിലൊഴിച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ഹൈ സ്പീഡിലിട്ട് 1 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കട്ടെ. ഈ അരച്ചെടുത്ത മാവ് നമുക്ക് കലത്തിലോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്കോ ഒഴിച്ചു വെക്കാം. ഇതുപോലെ ബാക്കി കൂടി അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് അരച്ചെടുത്തു. ഇനി നമുക്ക് കൈ വെച്ച് അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കാം. കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് മിക്സ് ആക്കുകയാണെങ്കിൽ കയ്യിലുള്ള ഗുഡ് ബാക്ടീരിയസുമായി പ്രവർത്തിച്ച് മാവ് പെട്ടെന്ന് പുളിച്ചു പൊങ്ങാനും നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ അപ്പം ലഭിക്കുകയും ചെയ്യും. നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം. ഒരു സ്പൂൺ എടുത്ത് ഈ മാവിൽ മുക്കിയതിന് ശേഷം ഒരു വര ഇതുപോലെ വരച്ചാൽ ആ വരച്ച വര അതേപടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി നമുക്കിത് മൂടി വെച്ച് പുളിച്ച് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ നന്നായിട്ട് മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ചൂടുള്ള പ്രദേശമാണ്. ഞാനിവിടെ പകൽ സമയത്താണ് മാവ് കുഴച്ച് വെച്ചത്. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തത്. ഓവർനൈറ്റിൽ ഞാൻ മാവ് കലക്കി വെക്കുമ്പോൾ 1/4 ടീസ്പൂൺ ഈസ്റ്റ് മാത്രമേ ചേർക്കാറുള്ളൂ. നിങ്ങളുടെ പ്രദേശത്തെ കാലാവസ്ഥയനുസരിച്ച് ഈസ്റ്റ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. നല്ല ചൂടുള്ള പ്രദേശത്ത് നമ്മൾ ഓവർനൈറ്റിലാണ് കുഴച്ചു വെക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റിന് പകരം 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി. അതുപോലെ നല്ല തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റിന് പകരം 3/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പത്തിൻ്റെ മാവ് പുളിച്ച് പൊങ്ങി വന്നതിന് ശേഷം മാവ് താഴ്ന്നു പോകുന്നതിന് മുമ്പായി അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങണം. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടുകയുള്ളൂ.
നമ്മുടെ മാവ് പുളിച്ച് പൊങ്ങി വന്നതിന് ശേഷം മാവ് താഴ്ന്നു പോയിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടെങ്കിൽ അപ്പത്തിന് നല്ല പുളിയായിരിക്കും. ഇപ്പോൾ ഈ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഈ മാവിന് ഒട്ടും പുളി ഉണ്ടാവില്ല. ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം നമ്മുടെ മാവിൻ്റെ പരുവം. ഇതുപോലെ ഒരു വഴി വെട്ടിയാൽ അതേപടി, അതായത് തവി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാലും ആ വെട്ടിയ വഴി അതേപടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് പാലപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് ചുറ്റിച്ചു കൊടുക്കാം. അപ്പച്ചട്ടിയിൽ മാവ് ഒഴിക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പച്ചട്ടി ഓവറായിട്ട് ചൂടാകരുത്, എന്നാൽ പാകത്തിന് ചൂടാവുകയും വേണം. അതുപോലെ തീരെ ചൂട് കുറയാനും പാടില്ല. തീരെ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലപ്പത്തിന് നിറയെ ഹോൾസ് വരില്ല. അതുപോലെ ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കാൻ പാടുവരും. മാവ് എല്ലാം കൂടി ഉരുണ്ടുകൂടി വരും. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റായി. അപ്പം വെന്തു വന്നിട്ടുണ്ട്. നമുക്കെടുക്കാം. നിങ്ങൾക്ക് പാലപ്പത്തിൻ്റെ അരിക് കുറച്ചുകൂടി മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറം കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് 1 മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ മതി. മാവ് ഒഴിക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒഴിക്കുക. മാവ് ഒഴിച്ച് ചുറ്റിച്ച് കഴിയുമ്പോൾ നിറയെ ഇതുപോലെ ഹോൾസ് വരും. അന്നേരം മൂടി വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം അപ്പച്ചട്ടിയിൽ നിന്ന് അപ്പം എടുക്കാൻ നേരം മാത്രം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എടുക്കുക. അതിനുശേഷം അടുത്ത മാവ് ഒഴിച്ച് ചുറ്റിച്ചതിന് ശേഷം വീണ്ടും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഇതുപോലെ ബാക്കി അപ്പവും കൂടി ചുട്ടെടുക്കാം. അരിപ്പൊടി വെച്ച് വളരെ ഈസി ആയിട്ട് കപ്പിയൊന്നും കാച്ചാതെ ചെയ്യാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.